ദൈവത്തിന്റെ ശ്രേഷ്ഠ നാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ദൈവം നമ്മളോട് വിശ്വസ്തനായിരുന്നു. കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ നമ്മളെ സംരക്ഷിച്ചു. ഈ ചൊവ്വാഴ്ച ഈ വർഷത്തിന്റെ അവസാനത്തെ ചൊവ്വാഴ്ചയാണ്. നാളെ കഴിഞ്ഞ് നമ്മൾ പുതിയ വർഷത്തെ അഭിമുഖീകരിക്കും. പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന വേദഭാഗം നമുക്ക് വളരെ സുപരിചിതമായ ഭാഗമാണ്. അതായത് ആത്മനിയന്ത്രിത ജീവിതം എന്നുള്ള സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കിയാണ് ചില കാര്യങ്ങൾ പറവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ കുറിച്ച് നന്നായി അറിവുള്ളവരാണ്. എന്നാൽ അതിൽ ചില കാര്യങ്ങൾ അടുക്കും ചിട്ടയുമായി പറവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് എന്നുള്ളത് ത്രിത്വത്തിൽ മൂന്നാമനായ ദൈവമാണ്. അതൊരു ശക്തിയല്ല, അതൊരു വ്യക്തിയാണ്. പിതാവിനെ പോലെയും പുത്രനെ പോലെയും ദൈവമാണെന്ന് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു. വൃത്തിയിലും പരിപാലനത്തിലും നമ്മെ നടത്തുന്നതിലും ഒക്കെ അതീവ ജാഗ്രതയോടെ ദൈവസഭയെ നിയന്ത്രിക്കുന്ന ത്രിത്വത്തിലെ മൂന്നാമനായ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമുക്ക് അത്യന്താപേക്ഷിതമാണെന്ന് യേശു ക്രിസ്തു നമ്മളെ ഉപദേശിച്ചു. യേശു ക്രിസ്തു ഉപദേശിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവാണ് എല്ലാം ചെയ്തത് എന്ന് വേദപുസ്തകം വിവരിക്കുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പേ അവരെ ഉദ്ബോധിപ്പിച്ചു. എന്താണ്? ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 50 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്, അവൻ അവരെ ബഥാനിയോളം കൊണ്ടുപോയി കൈ ഉയർത്തി അനുഗ്രഹിച്ചു. അതിന് തൊട്ടു മുമ്പ് പറഞ്ഞ വാക്യം എന്താണെന്ന് നോക്കിക്കേ. ഇതിനെ നിങ്ങൾ എൻ്റെ സാക്ഷികളാകുന്നു. എൻ്റെ പിതാവ് വാഗ്ദാനം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നവരോട് പറഞ്ഞു. യേശു വലിയ ദൗത്യം അവർക്ക് കൊടുത്തു. നിങ്ങൾ യെരുശലേം തുടങ്ങി ലോകത്തിലുള്ള സകല ജാതികളോടും പ്രസംഗിക്കണമെന്ന് 47-ാം വാക്യത്തിൽ പറഞ്ഞു. ദൈവത്തിന്റെ ഹിതപ്രകാരം ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് കഷ്ടമനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്നതിന് തൊട്ടു മുമ്പേ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ സാക്ഷികളാകണം. എന്നാൽ നിങ്ങൾ സാക്ഷികളാകുന്നതിന് മുൻപേ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിക്കണം. ഇവിടെ കർത്താവ് പറയാണ്, നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. എന്നാൽ വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിന്റെ ആ നിറവെ നിങ്ങൾക്ക് പ്രാപിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഈ പട്ടണത്തിൽ തന്നെ പാർക്കണം. അത് കഴിഞ്ഞിട്ടുള്ള സാക്ഷ്യം മതി എന്നാണ് പറയുന്നത്. അതുവരെ പിതാവ് നിങ്ങളുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്തം ലഭിക്കുവോളം, ശക്തി ലഭിക്കുവോളം നിങ്ങൾ ഈ നഗരത്തിൽ തന്നെ പാർക്കണം. അപ്പൊ സാക്ഷിയാകുക എന്നുള്ളത് വലിയ അത്യാവശ്യമായ കാര്യമാണ്. യെരുശലേം തുടങ്ങി സകല ജാതികളോടും സുവിശേഷം പറയണമെന്നുള്ളത് വലിയ കാര്യമാണ്. അതിന് നമ്മെ സഹായിക്കുന്ന പിതാവിന്റെ വാഗ്ദാനം നിങ്ങൾ പ്രാപിച്ചിട്ടേ കടന്നു പോകാവൂ എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ കാരണം ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, ശക്തി പ്രാപിക്കുവോളം. പിന്നെ അപ്പോസ്തല പ്രവൃത്തിയിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും, എന്നിട്ട് നിങ്ങൾ സാക്ഷികളാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, ഒരു ക്രിസ്ത്യ ജീവിതത്തിൽ ഏറ്റവും അതിപ്രധാനമായ കാര്യം പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. അതെന്തുകൊണ്ട് യേശു പറഞ്ഞു? യേശു പരിശുദ്ധാത്മാവിൽ ജനിച്ചു. മറിയയുടെ ചോദ്യത്തിന് ഉത്തരമായി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്നാണ് ആദ്യത്തെ വാക്ക്. അത് കഴിഞ്ഞിട്ട് യേശു സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് തന്റെ മേൽ പ്രാവെന്ന പോലെ ഇറങ്ങി വരുന്നത് യോഹന്നാൻ കണ്ടു എന്ന് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നു. അപ്പോൾ യേശു ആ പരിശുദ്ധാത്മാവ് പ്രാപിച്ച ശേഷം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, പിശാചിനെ പോലും നേരിടുവാൻ സന്നദ്ധനായി തന്നെ അയക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. എന്നിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നത്,
അവൻ പരീക്ഷയൊക്കെ കഴിഞ്ഞ് എന്തോ ചെയ്യുന്നു? അതിന്റെ 14 വാക്യം, 4:14, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് പ്രാപിച്ചിട്ട് താൻ മരുഭൂമിയിലേക്ക് പോയി, പരീക്ഷയിൽ വിജയിച്ചു, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് മടങ്ങി വന്നു. എന്നിട്ട് യേശു പറയുകയാണ്, നസറേത്തിൽ ചെന്നിട്ട് ആ സ്വന്തം നാട്ടുകാരുടെ ഇടയിൽ ചെന്ന് പറയുകയാണ്, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവെ എന്നെ അഭിഷേകം ചെയ്തു. ചെയ്യാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അപ്പോൾ കർത്താവ് പറയുന്നത്, എൻ്റെ മേൽ പിതാവിനാൽ അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ് എൻ്റെ മുകളിലുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും? എൻ്റെ പ്രവൃത്തി ചെയ്യും. പ്രവൃത്തിയെക്കുറിച്ച് താൻ പറയുന്നത്, ബദ്ധന്മാരെ വിടുവിക്കും, കുരുടന്മാർക്ക് കാഴ്ച കേൾക്കും, പ്രസംഗിക്കും, പീഡിതരെ വിടുവിക്കും, കർത്താവിന്റെ പ്രസാദവർഗം പ്രസംഗിക്കും. അപ്പോൾ തന്റെ മിനിസ്ട്രി താൻ ചെയ്യുന്നത് ഈ പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ടാണെന്ന് യേശു ആ നസറേത്തിൽ ചെന്ന് പറഞ്ഞു. എന്നിട്ട് പത്രോസ് പ്രസംഗിക്കുമ്പോഴെന്താ പറയുന്നത്? കർത്താവായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അപ്പോസ്തലപ്രവൃത്തി 10:38 വാക്യം. അതുകൊണ്ട് ദൈവം അവനോട് കൂടെ ഇരുന്നു, അവൻ നന്മ ചെയ്തു, പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കി. സഞ്ചരിച്ച വിവരം നിങ്ങളെല്ലാവരും അറിയുന്നല്ലോ. അപ്പോൾ കർത്താവ് പരിശുദ്ധാത്മ ആ വലിയ നിറവ് പ്രാപിച്ച് മരുഭൂമിയിൽ പിശാചിനോട് യാതൊരു ഭയവുമില്ലാതെ താൻ തന്നെ പ്രാർത്ഥിക്കുകയും തന്നെ എല്ലാ ദിവസവും പരീക്ഷിച്ചു കൊണ്ടിരുന്നു എന്ന് വാക്യമുണ്ട്. എന്നാൽ വിശന്നപ്പോഴാണ് അത് മുന്നോട്ട് കടന്നു വന്ന് കാര്യമായി പരീക്ഷിക്കുന്നത്. അതിനെയൊക്കെ താൻ ജയിച്ചു. എന്നിട്ട് ശക്തിയോട് വന്നു, ശക്തിയോട് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ മുകളിലുണ്ട്. അതുകൊണ്ട് എനിക്കൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം കണ്ട പത്രോസ് പറയാ, ആ യേശു പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് എന്ത് ചെയ്തത്? ഈ പ്രവൃത്തി ഒക്കെ ചെയ്തത്. അപ്പോൾ കർത്താവ് വേറൊരു കാര്യം കൂടെ നമ്മളോടും പറഞ്ഞിരുന്നു, താൻ ജീവിച്ചിരുന്നപ്പോൾ. 3-ാം അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറഞ്ഞു, ഈ പരിശുദ്ധാത്മാവിലാണ് നിങ്ങൾ ജനിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് 7-ാം അധ്യായത്തിന്റെ 39 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു, എന്റെ അടുക്കൽ വരുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവനത്തിന്റെ നദികൾ ഒഴുകും. അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന് യോഹന്നാൻ അടിയിൽ കുറിപ്പെഴുതിയിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ഉള്ളിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നതെന്ന് കർത്താവ് ഓർപ്പിച്ചുകൊണ്ടിരുന്നു. താൻ പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കുമ്പോഴും ആ കാര്യം നമ്മുടെയും ജീവിതത്തിൽ വേണമെന്ന് കർത്താവ് ഓർപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൂടാതെ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീൻ എന്ന് യേശു അവരോട് പറഞ്ഞു. എന്നിട്ട് അവരുടെ മേൽ ഊതി. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വലിയ കാര്യമായി കർത്താവിന്റെ ജീവിതത്തിൽ ഉള്ളതുപോലെ തന്നെ തന്റെ ജനങ്ങളുടെ ജീവിതത്തിലും ആവശ്യമാണെന്ന് താൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ട് യേശു മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 38 മുതലുള്ള വാക്യങ്ങളിൽ ബെൽസബൂലിനെ കൊണ്ടാണ് യേശു സൗഖ്യമാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഞാൻ പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്. യേശു പ്രസംഗിച്ചത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട്, അടുത്തിരിക്കുന്നു. ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ആത്മാവിലാണെന്ന് യേശു അവിടെ ക്ലെയിം ചെയ്തു. യേശു എപ്പോഴും പരിശുദ്ധാത്മാവിലാണ് തന്റെ പ്രവൃത്തി ചെയ്തതെന്ന് കൂടെ താൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് തന്നെ എങ്ങോട്ട് നടത്തിയത്? ഈ പരമയാഗം കഴിക്കുവാൻ നടത്തിയതെന്ന് എബ്രായ ലേഖനകാരൻ പറയുന്നുണ്ട്. അതിനുവേണ്ടി 2 വാക്യം കൂടെ ഞാൻ വായിക്കാം. അപ്പോൾ തന്റെ ജനനം മാത്രമല്ല, മിനിസ്ട്രി മാത്രമല്ല, അവസാനത്തെ തന്റെ ആ പരമയാകുമ്പോഴും ഈ പരിശുദ്ധാത്മാവിലാണ് എന്ന് വളരെ വ്യക്തമാക്കി 9-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നു, നിത്യാത്മാവിനാൽ
ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. നിത്യാത്മാവിനാലാണ് താനെ എന്ത് ചെയ്തത്? പരമയാഗം കഴിച്ചത്. ഇനിയും 10-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം കൂടെ ഞാൻ വായിക്കുന്നു. അത് പരിശുദ്ധാത്മാവ് അത് നമുക്ക് സാക്ഷീകരിക്കുന്നു. എന്തേ? യേശു ക്രിസ്തുവിന്റെ യാഗം, അതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ട്, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരുന്നത് കൊണ്ട് എന്ന് പറഞ്ഞു വന്നിട്ട് പറയാണ്, അത് പരിശുദ്ധാത്മാവ് നമുക്കും സാക്ഷീകരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ മരണവും പരിശുദ്ധാത്മാവിലാണ് അത് സംഭവിച്ചതെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുക. അപ്പോൾ കർത്താവ് ദൈവപുത്രനായിട്ടും ദൈവമായി നമ്മുടെ ഇടയിൽ പാർത്തിട്ടും പരിശുദ്ധാത്മാവിന്റെ ആ അഭിഷേകം, നിറവ് തനിക്ക് ആവശ്യമായിരുന്നുവെങ്കിൽ നാം എത്ര ഭക്തിയുള്ളവരാണെങ്കിലും നമുക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടാതെ, കൃപ കൂടാതെ, ആ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം കൂടാതെ ഒരു ഉയർന്ന നിലപാടിലുള്ള ക്രിസ്ത്യ ജീവിതം ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പോൾ ഒരു പ്രശ്നം, എല്ലാവർക്കും പരിശുദ്ധാത്മാവ് ഉണ്ടോ? വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് പല കാലങ്ങളിലും പല വിധത്തിലാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. പഴയ നിയമത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവർ വ്യത്യസ്തമായ ശുശ്രൂഷയാണ് ചെയ്തത്. മോശയുടെ മുകളിൽ ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചു. ആ പരിശുദ്ധാത്മാവിൽ നിന്ന് കുറച്ചെടുത്ത് വേറെ 70 പേർക്ക് കൊടുത്തെന്നാണ് പറഞ്ഞത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെങ്കിലും ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ ശക്തിയും കൃപയും കിട്ടും. ആ കൃപയാണ് നമ്മൾ കാണുന്നത്. ആ ശക്തിയുടെ ചില ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ശക്തിയുടെ വലിപ്പം, പ്രവൃത്തിയുടെ ആ കൃപയിൽ അതിനകത്ത് ദൈവം വെച്ചിരിക്കുന്നത് മെഷർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ്. എന്ന് പറഞ്ഞാൽ കണക്കനുസരിച്ച് അവിടെ പറയുന്നത് 70 പേരുടെ മേൽ പകർന്നിട്ടും മോശയ്ക്ക് പിന്നെയും ദൈവശക്തി വളരെ കൂടുതലായിരുന്നു. അതുകൂടാതെ നമുക്കറിയാം, ഈ ഏലിയാവിനോട് പ്രാർത്ഥിക്കുന്ന നിന്റെ ഇരട്ടി പങ്കെനിക്ക് വേണമെന്നാണ്. അപ്പോൾ ഏലിയാവിന് എത്ര ഉണ്ടായിരുന്നെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതിന്റെ ഇരട്ടി പങ്ക് വേണമെന്ന് പറയുമ്പോൾ അവിടെ ഒരു മെഷറിങ്ങിന്റെ അടിസ്ഥാനം വരുന്നുണ്ട്. അതും കഴിഞ്ഞിട്ട് പിന്നെയും നാമേ താഴോട്ട് നോക്കുന്ന ഉടനെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്രയധികം നൽകുമെന്ന്. അപ്പോൾ എത്രയും വേണേലും ചിലർക്ക് ദൈവത്തിന് കൊടുക്കാൻ കഴിയും. അതും കഴിഞ്ഞിട്ട് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ചോദിക്കുന്നതിലും നിരക്കുന്നതിലും അത്യന്തം വരം ചെയ്യുവാൻ കഴിവുള്ളവൻ നിങ്ങളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവാത്മാവ് നമ്മളിൽ വസിക്കുന്നു. അപ്പോൾ എത്രയും ചെയ്യുവാൻ പല വിധത്തിലുള്ള ആത്മീയമായ ഒരു അനുഭവം ക്രിസ്ത്യാനിക്കുണ്ടാകാം. അതിനെക്കുറിച്ച് ഞാനൊന്ന് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഇതൊക്കെ പറയുന്നത്, കാരണം നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ. എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, നിങ്ങളെ പരിശുദ്ധാത്മാവിൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ എന്താ? എല്ലാ ദൈവമക്കളും രക്ഷിക്കപ്പെടുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വേണം. കാരണം കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണ്? കർത്താവിനെ അല്ലെങ്കിൽ യേശുവിനെ കർത്താവെന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കൂടാതെ കഴിയുകയില്ലത്രേ. ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ആരും എന്ത് ചെയ്യയില്ല? പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശു കർത്താവെന്ന് പറവാൻ കഴിയുകയില്ല, ആർക്കും കഴിയില്ല. കൊരിന്ത്യർ ലേഖനം 12:3. അപ്പോൾ എല്ലാ വ്യക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വ്യത്യസ്തമായ നിലയിലാണെന്നാണ് ഞാൻ പറയുന്നത്. യേശു പറഞ്ഞു, ആത്മാവിൽ ജനിക്കണം. ആത്മാവിൽ ജനിക്കണമെങ്കിൽ ആത്മാവിന്റെ എന്തോ ഒരു മെഷർമെന്റ് അവിടെ ഉണ്ടാക്കണം. യേശുവിനെ കർത്താവെന്ന് പറയണമെങ്കിൽ ആത്മാവ് വേണം, അവിടെയും പരിശുദ്ധാത്മാവ് വേണം. ആ വ്യക്തിയെ കർത്താവ് മുദ്രയിടുന്നു എന്ന് വെച്ചാൽ ഇവൻ എന്റെ വകയാണെന്ന് തെളിയിക്കുക.
പഴയ കാലത്തൊക്കെ എൻ്റെ ചെറുപ്പത്തില് ഈ ഗവൺമെന്റിന്റെ ഡിപ്പോകൾ കണ്ടിട്ടുണ്ട്. തേക്ക് തടികളൊക്കെ കൂട്ടി അതിലൊരു മുദ്ര കുത്തും. പണ്ട് കാലത്തെ കാളയുടെ പുറത്ത് ഒരു മുദ്ര കുത്തുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. വീടുകളിലൊക്കെ വന്ന് മുദ്ര കുത്തുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഈ പിന്നെ കർത്താവിന്റെ കല്ലറയിൽ മുദ്ര കുത്തി എന്ന് പറഞ്ഞാൽ ഇത് സാധാരണക്കാരന്റെ കല്ലറയല്ല, ഇത് മുദ്ര കുത്തിയതാണ്. റോമാ ഗവൺമെന്റ് ആണ് അതിന്റെ അധികാരി എന്നാണ്. അപ്പോൾ മുദ്ര എന്ന് പറഞ്ഞാൽ അവകാശി എന്നുള്ള അർത്ഥം. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഇടപാടില്ലാതെ വീണ്ടും ജനിക്കാൻ പറ്റുകയില്ല, യേശുവിനെ രക്ഷിതാവെന്ന് പറവാൻ പറ്റുകയില്ല. ആ രക്ഷിക്കപ്പെട്ടവന് മുദ്രയിടുന്നു, അത് ദൈവത്തിന്റെ വകയാണെന്ന് നമ്മളോട് വിളിച്ചു പറയുന്നു. അത് കഴിയുമ്പോൾ ആത്മസ്നാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആത്മസ്നാനം എന്നുള്ളത് യോഹന്നാൻ സ്നാപകനാണ് ആദ്യം പറഞ്ഞത്. ഞാൻ നിങ്ങളെ പച്ചവെള്ളത്തിൽ സ്നാനപ്പെടുത്തുന്നു, എന്റെ പിന്നാലെ വരുന്നവൻ ആത്മാവിലും തീയിലും നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. ആദ്യത്തെ ഭാഗം ആത്മാവിലുള്ള സ്നാനമാണ്. അതാണ് പിന്നീട് എല്ലാവരും എടുത്തു പറയുന്നത്. യേശു ആത്മസ്നാപകനാണ്. ആത്മസ്നാനത്തിന്റെ ആദ്യത്തെ തെളിവ് പെന്തക്കോസ്ത് ദിനത്തിലാണ്. അതാണ് ആത്മസ്നാനം. അത് എല്ലാ ദിവസവും നടക്കുന്നതല്ല. അത് എന്താണ്? ഒരിക്കൽ സംഭവിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്നാണ് അപ്പോസ്തലന്മാരെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. 4-ാം അധ്യായത്തിൽ അവർക്ക് ഭീഷണിയെ നേരിട്ടപ്പോൾ അവരെ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അവർക്ക് ദൈവവചനം പ്രസംഗിക്കാൻ ധൈര്യം കിട്ടിയെന്നായിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറവ് നമ്മുടെ ജീവിതത്തിൽ എന്താവശ്യമാണോ അത് തരുവാൻ വേണ്ടി നാം എല്ലാ ദിവസവും പരിശുദ്ധാത്മാവിൽ നിറയണം. ആ നിറവിനെ കുറിച്ച് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ മദ്യപാനം കുടിച്ച് അതിന്റെ ആസക്തിയാകാതെ ദൈവാത്മാവ് നിറയണം. ദൈവാത്മാവ് നിറയുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള കൃപ ലഭിക്കും എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. ആദ്യം അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ ആരാധനാ മനോഭാവം വരും, ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കും, കർത്താവിന്റെ ഹൃദയങ്ങളിൽ പാടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കർത്താവിന് കീഴടങ്ങിയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഭർത്താവിന് കീഴടങ്ങിയിരിക്കുന്ന ഭാര്യ, ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ്, മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കൾ, നല്ല ദാസന്മാരായി വെളിയിൽ ജോലി ചെയ്യുന്ന വേലക്കാർ. അത് കഴിഞ്ഞിട്ട് പിശാചിനോട് എതിർക്കുവാനുള്ള ശക്തി. അവസാനം പറയുന്നു പ്രാർത്ഥന, എല്ലാ വിധത്തിലുമുള്ള പ്രാർത്ഥനകൾ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിപ്പാൻ നിങ്ങളെ പ്രാപ്തരാക്കും. നോക്കിക്കേ, നിങ്ങൾ അത് മുഴുവൻ വായിക്കണം. 5-ാം അധ്യായത്തിന്റെ 18 മുതൽ 6-ാം അധ്യായത്തിന്റെ 18 വരെ നിങ്ങൾ വായിക്കണം. അത് മുഴുവൻ ജീവിതത്തിന്റെ ക്രമീകരണങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഒരു മനുഷ്യനെ ആത്മനിയന്ത്രിത ജീവിതം വന്നാൽ അവൻ വളരെ നല്ലവനായിരിക്കും. അവൻ ആദ്യമായി ദൈവസന്നിധാനത്തിൽ അവൻ ദൈവത്തോടെ നന്ദിയുള്ളവനായിരിക്കും. ആ നന്ദി അവന്റെ ജീവിതത്തിൽ അവനെ വ്യത്യസ്തനാക്കി തീർക്കും. അവൻ കർത്താവിന് കീഴടങ്ങിയിരിക്കും. 5-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. അതെപ്പോഴേ ലഭിക്കുകയുള്ളൂ? ആത്മനിയന്ത്രിത ജീവിതം ചെയ്യുമ്പോൾ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ അത് ഞാൻ ഇതൊന്ന് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. അപ്പോൾ എന്തിനാണ് നമുക്ക് ആത്മാവ് എന്നുള്ളത് ഞാൻ ഒരു ഇൻട്രൊഡക്ഷനായി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ കർത്താവിന് ഈ ആത്മനിയന്ത്രിതമായ അനുഭവമായിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ ജീവിതം പിതാവിനോട് താൻ പറയാണ്, നീ എനിക്ക് തന്ന ശുശ്രൂഷ ഞാൻ തികച്ചു, ഇനി നിന്റെ അടുക്കലേക്ക് ഞാൻ വരികയാണ്. കാൽവറി ക്രൂശിൽ വെച്ച് അവസാനം പറഞ്ഞത് സകലതും നിവൃത്തിയായി, ഒന്നും ശേഷിക്കാതെ സകലതും നിവർത്തിച്ച കർത്താവ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലായിരുന്നെങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലേ നമുക്കും കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ലഭിക്കുന്നത് എല്ലാവർക്കും ഒരേ അനുഭവമല്ല. പരിശുദ്ധാത്മാവ് കർത്താവെന്ന് പറയാൻ വേണം, ബോണഗെയിൻ ചെയ്യാനായിട്ട് വേണം. അതുകൂടാതെ അതൊരു മുദ്രയുണ്ട്, ആത്മസ്നാനമുണ്ട്, ആത്മനിറമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്
അവനെ അഭിഷേകം ചെയ്തു എന്നാണ്, അല്ലാതെ ആത്മസ്നാനം ചെയ്തു എന്നല്ല. അവിടെ രണ്ടിടത്ത് ദൈവത്തിന്റെ അഭിഷേകം എന്നിലുള്ളത് കൊണ്ട് ഞാൻ ഇന്നത് ചെയ്യുമെന്ന ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചത്. പത്രോസും പറയുന്നത് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അപ്പോൾ അഭിഷേകം എന്ന് പറയുന്നത് വ്യത്യസ്തമായൊരു അനുഭവം, ആത്മസ്നാനമല്ല. അത് നമ്മുടെ മിനിസ്ട്രി ചെയ്യുവാൻ നമ്മെ എന്തോ ചെയ്യുന്നു? ശക്തീകരിക്കുന്നു. ക്രിസ്തു തന്നെയാണ് അഭിഷക്തൻ. ക്രിസ്തു എന്ന് പറഞ്ഞാൽ തന്നെ അഭിഷക്തൻ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷക്തൻ, അഭിഷക്തൻ. എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള ശക്തി തനിക്കുണ്ട്. മനുഷ്യനായി വന്നപ്പോൾ, ദൈവമായിട്ടല്ല ഞാൻ പറയുന്നത്, മനുഷ്യനായി വന്നപ്പോൾ ദൈവം കൊടുത്ത ആ അഭിഷേകം കൊണ്ട് കാറ്റിനെ ശാസിക്കാൻ, കടലിൽ നടക്കാൻ, മരിച്ചവരെ ഉയർപ്പിക്കാൻ, കുടുംബം കുഷ്ഠരോഗി സൗഖ്യം പ്രാപിപ്പാൻ, എഴുന്നേറ്റ് നടക്കാൻ പറയുമ്പോൾ നടക്കുവാൻ, എന്ത് കൽപ്പിച്ചുവോ, താൻ പ്രാർത്ഥിക്കുമ്പോൾ അപ്പം വലുതാകുവാൻ, താൻ പ്രാർത്ഥിക്കുമ്പോൾ വെള്ളം വീഞ്ഞാകുവാൻ സകല ശക്തിയും തന്നിലുണ്ടായി. പരിശുദ്ധാത്മാവിലും ശക്തിയാലും തന്നെ അഭിഷേകം ചെയ്തു. അപ്പോൾ കർത്താവിനുള്ള അഭിഷേകം നമുക്കാർക്കുമില്ല, അപ്പോസ്തലന്മാർക്ക് പോലുമില്ല. ഇതിന്റെ കാരണം അപ്പോസ്തലന്മാർ പല കാര്യവും ചെയ്യുവാൻ നോക്കിയിട്ട് സാധിക്കാതെ വന്നു. നമുക്കറിയാം 9 അപ്പോസ്തലന്മാർ അവർ കർത്താവിന്റെ കൂടെ അധികാരവും ഒക്കെ ലഭിച്ചിട്ടും കർത്താവ് അവർക്ക് നേരിട്ട് അധികാരം കൊടുത്തതാ. അവര് ഭൂതത്തെ പുറത്താക്കാൻ പരാജയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് കർത്താവ് അവരെ കണ്ട് അവരോട് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പീനെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ ശേഷം അവർ പിന്നെയും പഴയ പണിക്കൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഓരോരുത്തർക്കും അവരവരുടെ കാര്യം സാധിച്ചെടുക്കുവാൻ ദൈവം അവരെ കുറിച്ച് ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിന് ബോധിച്ചതുപോലെ ഓരോരുത്തരും അളവ്, ആ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന അളവനുസരിച്ചാണ് ആത്മാവിന്റെ ശക്തിയും പ്രവർത്തനത്തിനുള്ള കൃപയും കൊടുക്കുന്നത്. അല്ലാതെ ഒരു വ്യക്തി വന്ന് ചിരിച്ച് ഒരാൾക്ക് കണ്ണും ഒരാൾക്ക് മൂക്കുമല്ല. ആ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് നമ്മളെക്കുറിച്ചുള്ള ശുശ്രൂഷ തികച്ചെടുക്കുവാൻ വേണ്ടുന്ന ശക്തി അഭിഷേകമായി നമുക്ക് നൽകുന്നു. പഴയ നിയമത്തിലെ അഭിഷേകം രാജാവ് നല്ല രാജാവാകാൻ, പ്രവാചകൻ നല്ല പ്രവാചകനാകാൻ, ന്യായാധിപൻ നല്ല ന്യായാധിപതിയാകാൻ, പുരോഹിതൻ നല്ല പുരോഹിതനാകുവാൻ അവരെ അഭിഷേകം ചെയ്തു. അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിഷേകമാണ് പുതിയ നിയമത്തിൽ ആത്മസ്നാനത്താൽ തുടങ്ങുന്നത്. അപ്പോൾ നാം പലപ്പോഴും ഇങ്ങനെയല്ല കാര്യങ്ങൾ പഠിക്കുന്നത്. നമുക്ക് അഭിഷേകവും ആത്മസ്നാനവും എല്ലാം ഒന്നിച്ച് നാം ഒരു കൊട്ടക്കകത്ത് തിളക്കുന്ന അവിയല് പോലെയാണ്. എന്നാൽ വ്യത്യസ്തമായ നിലയിലാണ് ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിന്റെ അളവ് പരിശുദ്ധാത്മാവിന് ബോധിച്ചവണ്ണം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിക്കൊത്തവണ്ണം കർത്താവ് നമുക്ക് നൽകുന്നത് എന്നാണ് ബൈബിൾ പഠിപ്പിച്ചിരിക്കുന്നത്. അത് നാം പല ദൈവമക്കളെ കുറിച്ച് അവർക്ക് ആത്മാവില്ലെന്ന് പറയും. അത് തെറ്റാണ്. കാരണം ആത്മാവില്ലാതെ ആർക്കും ദൈവമക്കളാകാൻ പറ്റുകയില്ല. കാരണം റോമാലേഖനം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, എന്തേ ദൈവത്തിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. 8-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കിയാൽ ആത്മാവിന്റെ സ്വഭാവത്തെക്കുറിച്ച് വളരെ കാര്യമായി പറയുന്നുണ്ട്. അതിന്റെ 9-ാം വാക്യം തൊട്ട് ഞാൻ വായിക്കട്ടെ. റോമാലേഖനം 8:9 മുതൽ, നിങ്ങളോ ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ആ വാക്യത്തിന് മുൻപിൽ നമ്മൾക്കൊക്കെ ജഡസ്വഭാവമുണ്ട്. അപ്പോൾ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിലും നാം പലപ്പോഴും ആത്മസ്വഭാവം കാണിക്കാറില്ല. നമ്മൾ ആത്മാവിന് അതിൻ്റെതായ നിലയിൽ സ്വാതന്ത്ര്യം കൊടുക്കാറില്ല. നാം ആത്മാവിനെ കെടുത്തും, ആത്മാവിനെ ദുഃഖിപ്പിക്കും, ആത്മാവിനെ റിജക്റ്റ് ചെയ്യും. കർത്താവിന്റെ പ്രവർത്തനങ്ങളെ റിജക്റ്റ് ചെയ്തപ്പോൾ ആ പ്രവർത്തനത്തെ അവർക്ക് വിവരിക്കാൻ കഴിയാഞ്ഞപ്പോൾ അവർ പറഞ്ഞു ബെൽസെബൂലിനാലാണ് അവൻ നടത്തുന്നത്. അപ്പോൾ യേശു പറഞ്ഞു ആത്മാവിന് വിരോധമായി കർത്താവിന്റെ പ്രവൃത്തി പരിശുദ്ധാത്മാവിലാകയാൽ കർത്താവ് പരിശുദ്ധാത്മാവിന് ക്രെഡിറ്റ് കൊടുത്തു. നോക്കൂ, അതാ കർത്താവ് ചെയ്തത്. കർത്താവ് ഞാൻ ദൈവമാണെന്നും പറഞ്ഞ് എങ്ങും പ്രത്യക്ഷപ്പെട്ടില്ല. അവൻ പരിശുദ്ധാത്മാവിന് ക്രെഡിറ്റ് കൊടുത്തു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാപിക്കുവാൻ പോകുന്ന പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവനെ കുറിച്ച് പറയത്തില്ല, എന്നെ കുറിച്ച് പറയും.
യേശു എന്നപ്പോൾ യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നിലുണ്ട്, പരിശുദ്ധാത്മാവിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അത് കണ്ടിട്ട് പത്രോസ് പറയുന്നു യേശു പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവിലാണ്. എബ്രായ ലേഖനകാരൻ പറയുന്നു അവന്റെ മരണം പോലും യാഗം പോലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലായിരുന്നു. അപ്പോൾ യേശു എല്ലാ ക്രെഡിറ്റും പരിശുദ്ധാത്മാവിന് കൊടുത്തു. അതുകൊണ്ട് ആ പ്രവൃത്തിയെ നിഷേധിക്കുന്നവൻ അവന്റെ പാപം വലുതാണ്. കാരണം പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കാതെ യേശുവിനെ കർത്താവെന്ന് പറവാൻ കഴിയാത്തതിനാൽ യേശുവിനെ നിഷേധിക്കുന്നതാണ് ലോകത്തിൽ ക്ഷമിക്കപ്പെടാത്ത ഏക പാപം. വേറെ ഒരു പാപവും ക്ഷമിക്കാത്തതായി വേദപുസ്തകത്തിൽ ഇല്ല. യേശുവിനെ നിഷേധിക്കുന്ന ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഇപ്പോൾ ഒരു ശിക്ഷാവിധിയുമില്ല. ജീവപുസ്തകത്തിൽ പേരെഴുതാത്തവർക്ക് ശിക്ഷാവിധിയുണ്ട്. അപ്പോൾ യേശുവിനെ നിഷേധിക്കുന്നതാണ് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം. അതിന്റെ കാരണം പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശുവിനെ കർത്താവെന്ന് പറയാൻ പറ്റുകയില്ല. പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരാൾക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല. പരിശുദ്ധാത്മാവ് മുദ്രയിടുമ്പോഴാണ് ഈ ദൈവത്തിന്റെ വകയാകുന്നത്. അങ്ങനെ താഴോട്ട് വായിക്കുമ്പോൾ എവിടെ എന്താ പറയുന്നത്? ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. 9-ാം വാക്യം. അപ്പോൾ ലോകത്തിൽ രക്ഷിക്കപ്പെട്ടവർക്കൊക്കെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ദൈവാത്മാവ് അവരിലുണ്ട്. ഇല്ല എങ്കിൽ അവർ ബോൺ അഗെയിൻ അല്ല. നമ്മള് പെന്തക്കോസ്തുകാർക്ക് ഒരു അബദ്ധമുണ്ട്. അവരെന്താ പറയും? ആരെങ്കിലും അന്യഭാഷ പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ദൈവാത്മാവില്ല എന്ന്. പക്ഷേ ലോകത്തിൽ നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്ന രക്ഷിക്കപ്പെട്ട മറ്റ് ദൈവമക്കളെ നോക്കെ, അന്യഭാഷ പറയാത്തവരെ, ബ്രദറുകാര്, ബാപ്റ്റിസ്റ്റുകാര്, അതുപോലെ മെത്തഡിസ്റ്റിലുള്ളവർ, ബോൺ അഗെയിൻ മെത്തഡിസ്റ്റുകാര്, റിഫോംഡ് ചർച്ചുകാര്, 1905 വരെ ദൈവവചനത്തിന് വേണ്ടി സത്തവരെ, ജീവൻ കൊടുത്തവരെ, പ്രസംഗിച്ച് ജീവിച്ചവരെ, കർത്താവിന് വേണ്ടി ഏതുമായവരെ എല്ലാം നരകത്തിൽ പോകുമെന്ന് നമ്മൾ പറഞ്ഞാൽ എന്തോ ഒരു അബദ്ധമാണ്. ഇപ്പോൾ തന്നെ അതിന് 2 ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നമ്മളിതൊക്കെ പറയുമെങ്കിലും ബിലിഗ്രാമിന്റെ മകൻ ഇന്ന് പ്രസംഗിക്കാൻ ഇന്ത്യയിൽ പോകാഞ്ഞപ്പോൾ പെന്തക്കോസ്തുകാരാണ് കൂടുതൽ നിലവിളിച്ചത് ഞാൻ കേട്ടത്. ആർട്ടിക്കിൾ എഴുതി വീസ റിജക്ട് ചെയ്തതിനെ കുറിച്ച്. അദ്ദേഹം അന്യഭാഷ പറയുന്ന മനുഷ്യനല്ല. ബില്ലിഗ്രാം എന്ന് പ്രസംഗിച്ചപ്പോൾ സകല പെന്തക്കോസ്തുകാരും പോയി കേൾക്കും. അദ്ദേഹത്തിൽ ആത്മാവില്ലെങ്കിൽ, ആത്മാവിന്റെ ശക്തിയില്ലെങ്കിൽ, അദ്ദേഹം മുഖാന്തരം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഒരുത്തരും രക്ഷിക്കപ്പെടുവാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെ നാം അത് വെറുതെ അങ്ങ് പറഞ്ഞു പിടിപ്പിക്കും. അതുകൂടാതെ ഇത് ശക്തിയുക്തം പ്രസംഗിക്കുന്ന പെന്തക്കോസ്തുകാരുടെ മക്കളെ ബ്രദറിലും ബാപ്റ്റിസ്റ്റിലും കെട്ടിക്കുന്നത് ഞാൻ ഇഷ്ടം പോലും കണ്ടിട്ടുണ്ട്. അപ്പൊ അവർ പ്രസംഗിക്കുന്നതൊന്ന്, പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരുന്നത് വേറൊന്ന്. അപ്പോൾ നിങ്ങൾ നോക്കണം, പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം ലഭിക്കാത്ത ഒരുപാട് പേര് ഈ ലോകത്തിൽ വിശുദ്ധന്മാരായി ജീവിക്കുന്നുണ്ട്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല വിശുദ്ധന്മാർ എൻ്റെ അധ്യാപകരാണ് വെസ്റ്റ് മിനിസ്റ്റർ തിയോളജിക്കൽ കോളേജിൽ. വളരെ ഭക്തന്മാർ, 2ഉം 3ഉം PhD ഉള്ളവർ, എത്ര താഴ്മയുള്ളവർ. അവരെല്ലാം റിഫോംഡ് പീപ്പിളാണ്. അവരാരും പെന്തക്കോസ്തുകാരായിരുന്നില്ല. വളരെ വിശുദ്ധന്മാർ, പ്രാർത്ഥനയിൽ, ജീവിതത്തിൽ, ദൈവവചനം കൈകാര്യം ചെയ്യുന്നതിൽ, താഴ്മയിൽ, ആ ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലങ്ങൾ പ്രകടിപ്പിക്കുന്നവരെ ഞാൻ കണ്ടത് പെന്തക്കോസ്തിലല്ല, ബ്രദറിലല്ല, ബാപ്റ്റിസ്റ്റിലല്ല, എൻ്റെ അധ്യാപകരായ റിഫോംഡ് അധ്യാപകരിലാണ്. അവർ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ എന്തൊരു ശോധനീയം. അവര് ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന സാക്ഷ്യം ലോകത്തിൽ വളരെയാണ്. അപ്പോൾ ആത്മസ്നാനം എന്നുള്ളത് വേറൊരു കാര്യമാണ്. അത് വെളിപ്പെട്ടവർ അവിടെ ആ കാര്യത്തിൽ ചെയ്യുമ്പോൾ ആ വെളിപ്പാടില്ലാത്ത ഒരുപാട് രക്ഷിക്കപ്പെട്ട ദൈവജനങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. നിങ്ങൾ എന്നോട് എതിർത്താലും എതിർത്തില്ലെങ്കിലും ബൈബിൾ അതാ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആ കാര്യം നിവർത്തിക്കാൻ വേണ്ടി ദൈവം കൊടുക്കുന്ന പ്രത്യേക കഴിവാണ്. യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. 2ഇടത്തും അഭിഷേകം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് അത് തികച്ചെടുക്കുവാൻ
ദൈവം നൽകുന്ന ശക്തിയാണ് അഭിഷേകം. ആത്മസ്നാനം നമ്മൾക്കറിയാം, പെന്തക്കോസ്ത് ദിനം പ്രാപിച്ച സംഗതിയെക്കുറിച്ചാണ്. ഇനിയും അപ്പോസ്തലന്മാരെങ്ങനായിരുന്നു പരിശുദ്ധാത്മാവിന്റെ ആത്മസ്നാനം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവരിൽ കൂടെ എന്തൊക്കെയാണ് നടന്നതെന്നൊന്ന് നോക്കാം. 2-ാം അധ്യായത്തിൽ അവര് പരിശുദ്ധാത്മ ജ്ഞാനം പ്രാപിച്ചു. 4-ാം അധ്യായത്തിൽ അവര് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവരെ അന്യഭാഷയെക്കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞത് അവർക്ക് എന്തോ കിട്ടി, ധൈര്യം കിട്ടി. 6-ാം അധ്യായത്തിൽ പറയുന്നത് സ്തെഫാനോസിന്റെ ജ്ഞാനത്തോടും ആ പ്രസംഗ ചാതുര്യത്തോടും ആർക്കും എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം അവനിലുള്ള ആത്മാവായിരുന്നു എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അവന്റെ ആത്മാവോടും ജ്ഞാനത്തോടും ആർക്കും എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് 6:10 പറഞ്ഞിരിക്കുന്നു. 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസിനോട് ആത്മാവ് പറഞ്ഞു തേരിനോട് ചേർന്ന് നടക്കാൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് അവനിൽ വന്നപ്പോൾ നിയന്ത്രിക്കുകയാണ് ചെയ്തത്. എന്ത് ചെയ്യണമെന്നാ പറഞ്ഞു കൊടുത്തത്. അതിന്റെ അവസാന വാക്യത്തിൽ, 8-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവ് അവനെ എടുത്തുകൊണ്ടുപോയി എന്നാണ്. അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരുത്തനെ കാരി ചെയ്തു. എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി വേറൊരു ദേശത്തേക്ക്. ആരെ കൊണ്ടുപോയതുപോലെ നമ്മുടെ ഈ ഏലിയാവിനെ അഗ്നിരഥങ്ങൾ കൊണ്ടുപോയതുപോലെ ഉയരത്തിലേക്ക് അത് കൊണ്ടുപോയെങ്കിൽ ഇത് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തു എന്നാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഞാനൊരു സൂചന നൽകുന്നു എന്നേ ഉള്ളൂ. നമ്മളീ പറയുന്ന ഈ ബോക്സിൽ ഇടുന്നതല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് എന്തോ ചെയ്യും, അത് എടുത്തുകൊണ്ടുപോയി എന്ന് പോലും എഴുതിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 15-ാം അധ്യായത്തിൽ 28-ാം വാക്യത്തിൽ വരുമ്പോൾ യാക്കോബ് പറയാണ്, പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും ബോധ്യമായി ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നവർ പരിച്ഛേദനകൾ കണ്ട അവരെ വ്യഭിചാരത്തെ ചെയ്യാതെ ജീവിക്കണം, അവരെ രക്തം തിന്നാൻ പാടില്ല, വിഗ്രഹാർപ്പിതം പാടില്ല, എന്നീ കാര്യങ്ങൾ ചെയ്താൽ മതി, യഹൂദനാകണ്ട എന്ന് പരിശുദ്ധാത്മാവ് അവർക്ക് ശരിയായ ഉപദേശം കൊടുത്തു എന്നവിടെ എഴുതിയിട്ടുണ്ട്. 16-ാം അധ്യായത്തിൽ വരുമ്പോൾ ചിലടത്ത് സുവിശേഷം പ്രസംഗിക്കരുതെന്നും ചില സ്ഥലങ്ങളിലേക്ക് പോകരുതെന്നും അപ്പോസ്തലനായ പൗലോസിനെ ദൈവം പരിശുദ്ധാത്മാവിൽ അറിയിച്ചു എന്ന് 16-6-7 വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ അന്യഭാഷ പറയണം എന്ന് മാത്രമല്ല വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ തനിക്കിഷ്ടമുള്ളത് തന്റെ കാര്യം തികച്ചെടുക്കുവാൻ ദൈവാത്മാവിന്റെ ശക്തിയാൽ പലതും ചെയ്യാമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവ് എന്താ പഠിപ്പിച്ചത്? കർത്താവ് നമ്മളോട് പറഞ്ഞത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളിൽ അത് വസിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ എപ്പോഴും വസിക്കും. ആ വസിച്ചിട്ട് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അത് കഴിഞ്ഞിട്ട് എന്തോ പറഞ്ഞിരിക്കുന്നത്? ആ ആത്മാവെ സത്യത്തിന്റെ ആത്മാവാണ്, സത്യാത്മാവാണ്, സത്യത്തിൽ വഴി നടത്തും, എല്ലാ കാര്യങ്ങളും ഉപദേശിച്ചു തരും, എന്നെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തും. അതുകൂടാതെ കർത്താവിനെ കുറിച്ച് പറഞ്ഞു തരും. അതുകൂടാതെ പിന്നെ പറയുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. നിങ്ങളിൽ എന്നേക്കും വസിക്കും. പിന്നെ എന്താ? നിങ്ങൾ ആ പരിശുദ്ധാത്മാവിനെ അറിയും. ലോകത്തിന് അവനെ അറിയാൻ കഴിയത്തില്ല. നിങ്ങളോ നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ അറിയും. 14:17 നോക്കൂ. നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അറിവുണ്ടാകണം. നമ്മളിൽ വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു പിടിപ്പിക്കുന്നതല്ല നാം അറിയേണ്ടത്. പരിശുദ്ധാത്മാവിനെ നാം അറിയണം. നമ്മുടെ ഭാര്യയെ നാം അറിയുന്ന പോലെ, ഭർത്താവിനെ നാം അറിയുന്നത് പോലെ, കുഞ്ഞുങ്ങളെ നാം അറിയുന്നത് പോലെ അടുത്തു വസിക്കുമ്പോൾ, നമ്മുടെ കൂടെ വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് മഹാദൈവത്തെ നമുക്കറിയുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആരാണെന്ന് അറിയുന്നു. ഒന്നാമത്തെ ക്വാളിറ്റി പരിശുദ്ധാത്മാവാണ്, ഹോളി ആത്മാവാണ്. ജീവിതത്തിൽ എന്തോ ഉണ്ടാകും? നമ്മുടെ ജീവിതം വിശുദ്ധമായി നാൾതോറും വിശുദ്ധിയിലേക്ക് പോകുവാൻ തന്നെത്താൻ വെടിപ്പാക്കണമെന്നൊരു വാക്യം 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്.
ആ മാന്യപാത്രമാകാൻ യജമാനൻ നല്ല കാര്യത്തിൽ ഉപയോഗിക്കുവാൻ തന്നെത്താൻ വെടിപ്പാക്കുന്ന മാന്യപാത്രം. ദൈവം നമ്മെ ശുദ്ധീകരിക്കും. പക്ഷെ നമുക്കും ജോലിയുണ്ട്. എന്താ? തെറ്റിനെ തെറ്റെന്ന് കണ്ട്, പാപത്തെ പാപം എന്ന് കണ്ട്, ന്യായവിധി വരുന്നു എന്ന് കണ്ട് നീതി ചെയ്യുക. എന്താ നീതി? നല്ല പ്രവൃത്തികൾ ചെയ്യുക. എങ്ങനെ സാധിക്കുള്ളൂ? നമ്മുടെ കഴിവ് കൊണ്ട് സാധിക്കില്ല. കാരണം ആത്മാവില്ലാത്തവൻ ദൈവാത്മാവിന്റെ ഒരു കാര്യവും കൈക്കൊള്ളുന്നില്ല. ആത്മാവുള്ളവൻ എന്തോ ചെയ്യും? അവനെ ആരും വിവേചിക്കാൻ പാടില്ല. അവൻ എല്ലാവരെയും വിവേചിക്കും. അങ്ങനെ കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14 മുതൽ താഴോട്ടുള്ള വേദഭാഗം നിങ്ങൾ വായിച്ചാൽ അവിടെ ആത്മീയൻ ആരെ? എങ്ങനെയുള്ളവൻ ആത്മീയൻ? ആത്മാവിനാൽ നടത്തപ്പെടുന്നവൻ. ആത്മാവിൽ അന്യഭാഷ പറയുന്നവൻ മാത്രമല്ല, അന്യഭാഷ പറയുന്നവൻ തനിക്ക് തന്നെ ആത്മവർദ്ധന വരുത്തുന്നു. ഞാൻ ചോറുണ്ടാൽ വയറ് നിറയണം. വയറ് നിറയാതെ എപ്പോഴും തിന്നുകൊണ്ടിരുന്നാൽ അതിന്റെ അർത്ഥം എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന്. അപ്പോൾ ഞാൻ ചോറുണ്ടാൽ വയറ് നിറയണമെന്നുള്ളത് അതൊരു നാച്ചുറൽ പ്രക്രിയ ആയതുപോലെ പരിശുദ്ധാത്മാവിൽ നാം നിറഞ്ഞ് അന്യഭാഷ പറയുമ്പോൾ ഞാൻ ആത്മീയനാകണം. ആത്മീയനാകുന്നില്ലെങ്കിൽ ആ ആത്മാവ് എന്നിൽ അതിന്റെ ഫലം കായ്ക്കുന്നില്ല. ആത്മീയനാണെങ്കിൽ ആത്മീയൻ സകലത്തെയും വിവേചിക്കണം. ആത്മീയൻ ആത്മാവിൽ നടത്തപ്പെടണം. ആത്മീയന്റെ ജീവിത രീതി ചെയ്തെടുക്കണം. അതും ഇതും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. പിശാചിനും ഈ അന്യഭാഷയൊക്കെ കൊടുക്കാം. എന്താ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞെന്നാ എന്റെ വിശ്വാസം. പിശാചിനും എന്തും കൊടുക്കാൻ കഴിയും. അവനെ നമസ്കരിച്ചാൽ പിശാച് യേശുവിനോട് എന്തോ പറഞ്ഞേ? ഇതൊക്കെയും എന്റേതാണ്, ഞാൻ നിനക്ക് നൽകാം. എന്താ? ലോകവും അതിന്റെ മഹിമയും സകലതും പിശാചിന് കൊടുക്കും. ഇനി അവസാന കാലത്ത് പിശാച് ശക്തി കൊടുക്കും. കള്ളപ്രവാചകനും അവന്റെ കൂട്ടരും എന്തോ ചെയ്യും? വളരെ അത്ഭുതം ചെയ്യുമെന്നായിരിക്കുന്നത്. വളരെ അത്ഭുതം ചെയ്യും. അപ്പോൾ അത്ഭുതത്തിന്റെ പുറകെ നാം പോകുമ്പോൾ, അന്യഭാഷയുടെ മാത്രം പുറകെ പോകുമ്പോൾ, ജീവിതമില്ലാതെ വെറുതെ എന്തെങ്കിലും പറഞ്ഞു പിടിപ്പിക്കുന്നത് കൊണ്ട് അത് ദൈവാത്മാവാകണമെന്നില്ല. ഏതാത്മാവിനെയും നാം വിവേചിക്കണമെന്ന് പൗലോസ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദൈവാത്മാവിനെ അറിയണം. ദൈവാത്മാവ് എന്താ? ആദ്യത്തേത് ആത്മാവിന്റെ പേര് പരിശുദ്ധാത്മാവെന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തോടുള്ള അടുപ്പം നമുക്കുണ്ടാകണം. വ്യാജം പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവിനോട് പാപം ചെയ്തു എന്ന് പത്രോസ് അനനിയാസിനോടും സഫീറയോടും പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. അടുത്ത വാക്യത്തിൽ പറയുന്നത് നീ മനുഷ്യനോടല്ല ദൈവത്തോടത്രേ പാപം ചെയ്തത്. പരിശുദ്ധാത്മാവിനോട് വ്യാജം പറഞ്ഞു എന്ന 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓർത്തോണം, നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്തുകൊണ്ടാ? നമ്മൾ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. 1 കൊരിന്ത്യർ 6:19. നിങ്ങൾ എന്താണ്? പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്, വീടാണ്. നമ്മുടെ വീടുകളെ ആര് അവിടെ താമസിക്കുന്നു എന്നുള്ളത് അതിന് പ്രത്യേകതയുണ്ട്. വൈറ്റ് ഹൗസിന് എന്താ ഇത്ര പ്രാധാന്യം വന്നത്? വെളുത്ത ഒരു കെട്ടിടമായതുകൊണ്ടാണോ? അല്ല, അമേരിക്കൻ പ്രസിഡന്റ് അവിടെ വസിക്കുന്നത് കൊണ്ടാണ്. പിന്നെ അതുപോലെ ലോകത്തിലെ പ്രമുഖന്മാർ വസിക്കുന്ന കെട്ടിടം വ്യത്യസ്തമാണ്. ബോംബെയിലെ ഏതാണ്ട് 27 നിലയാണെന്ന് തോന്നുന്നു അംബാനിയുടെ വീട്. എന്തുകൊണ്ടാ? അത്ര പണമുള്ള ഒരു മനുഷ്യന്റെ വീടാണ്. അപ്പോൾ നമ്മള് പ്രാധാന്യമുള്ളവരായി തീരേണ്ടതിന്റെ കാരണം അവിടെ ആര് വസിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ കർത്താവിനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ച് എല്ലാ കാര്യങ്ങളും വിജയകരമായി ചെയ്തെടുത്തു. അപ്പോസ്തലന്മാരെ ഇങ്ങനെ എല്ലാ കാര്യവും ചെയ്തെടുക്കുവാൻ അവരെ പ്രാപ്തരാക്കി. നമ്മുടെയും ജീവിതത്തിൽ നാം എന്തോ ചെയ്യും? ഇതേ കൃപയാൽ ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ട്. ദൈവം വെറുതെ ആരെയും എന്ത് ചെയ്തില്ല? അഭിഷേകം ചെയ്തിട്ടില്ല. അവൻ നമ്മെ വിളിക്കൊത്തവണ്ണം നടക്കുവാൻ പര്യാപ്തമായ കൃപ നൽകും. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവാണ് പൗലോസിനെയും ബർന്നബാസിനെയും വിളിച്ച വേലയ്ക്കായി വേർതിരിക്കാൻ പറയുന്നത്. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചെന്നായിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി നാം പരിശുദ്ധാത്മാവിനെ അറിയും. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ പറ്റും. ഈ പരിശുദ്ധാത്മാവ് എന്തോ ചെയ്യും? നമുക്ക് നോക്കിക്കേ, പരിശുദ്ധാത്മാവിൽ നമുക്ക് ഫെലോഷിപ്പ് വേണം. നോക്കിക്കേ,
ഫിലിപ്പിയാലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് അവിടെയുള്ള ഏതോ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വല്ല പ്രബോധനമുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, എന്താ ആത്മാവുമായിട്ട് വലിയ കൂട്ടായ്മ നമുക്ക് വേണം നമ്മുടെ ജീവിതത്തിൽ. ദൈവ കൂട്ടായ്മ എന്ന് പറയുന്നത് ദൂരെയുള്ള സ്വർഗത്തിലുള്ള ഒരു ദൈവത്തെക്കുറിച്ചാണ്. നമ്മളിൽ വസിക്കുന്ന ദൈവവുമായിട്ട് എന്തോ വേണം? ഒരു കൂട്ടായ്മ നമുക്ക് വേണം. കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത ബന്ധം. ആ ബന്ധമാണ് നമ്മെ വ്യത്യസ്തരാക്കി തീർക്കുന്നത്. ആ ആത്മാവിൽ നാം പ്രാർത്ഥിക്കണം. കൊരിന്ത്യർ ലേഖനം 14:14 പറയുന്നു, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? വളരെ കൃത്യമായി പറയുന്നു, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കും. അപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കാം. ഈ യൂദയുടെ പുസ്തകം 1 അധ്യായമേ ഉള്ളൂ. 20-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങളോ പ്രിയമുള്ളവരെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധനയും വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ നമുക്ക് എന്താ വേണം? യേശുവിനെ കർത്താവെന്ന് സ്വീകരിച്ച് വീണ്ടും ജനനം പ്രാപിച്ച് ആത്മാഭിഷേകമോ ആത്മസ്നാനമോ ആത്മാവിന്റെ മുദ്രയോ ആത്മാവിന്റെ നിറവോ നമ്മളിൽ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആത്മാവുമായി നമുക്ക് കൂട്ടായ്മ വേണം. ആത്മാവിനെ നാം അറിയണം. ആത്മാവുമായിട്ട് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വേണം. പാട്ടുപാടാം. ഞാൻ ബുദ്ധി കൊണ്ടും പാടും ആത്മാവ് കൊണ്ടും പാടുമെന്ന് പൗലോസ് കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുകൂടാതെ നാം വർഷിപ്പ് ചെയ്യും ആത്മാവിൽ. എങ്ങനെയാ? അതാ പറഞ്ഞിരിക്കുന്നത്, ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നാം കർത്താവിനെ ആരാധിക്കുന്നവരായി മാറും. ആരാധന ഒരു സാധാരണക്കാരന് പ്രാർത്ഥിക്കാൻ 5 മിനിറ്റ് കഴിയുമ്പോൾ അവന്റെ വിഷയമൊക്കെ പോകും. ഞാൻ പലരോടും രക്ഷിക്കപ്പെടാത്തവരോട് വീട്ടിൽ കടന്നു വരുമ്പോൾ പറയാറുണ്ട്, ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അവർക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ക്രിസ്ത്യാനികളാ, അവർ നല്ല മനുഷ്യരാ, അവരുടെ രീതിയിൽ ഭക്തന്മാരാണ്. അവരോടൊന്ന് പ്രാർത്ഥിക്കാൻ പരസ്യമായി പറഞ്ഞ് അവർക്ക് പേടിയ, അവർക്ക് ധൈര്യമില്ല, അവർ പ്രാർത്ഥിക്കത്തില്ല. പ്രാർത്ഥിച്ചാൽ തന്നെ വിഷമിക്കും, വേർക്കും. വലിയ കാര്യമല്ലോ ആണോ? അല്ല. ദൈവാത്മാവിനാൽ നമ്മൾ ആരാധിക്കുന്നവരായിരിക്കണം, പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിക്കുന്നത് ആത്മാവിലായിരിക്കണം എന്നൊരു വാക്യമുണ്ട്. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ആരും അത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ സുവിശേഷം വെറും വചനമായ അല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവിന്റെ ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു. അപ്പോൾ പാടാനും പ്രാർത്ഥിക്കാനും മാത്രമല്ല, പ്രസംഗിക്കാനും അവിടെ പറയാണ് പരിശുദ്ധാത്മാവിന്റെ ബഹുനിശ്ചയത്തോടായിരുന്നു അപ്പോസ്തലനായ പൗലോസ് എന്തോ ചെയ്തിരുന്നത്? പ്രസംഗിച്ചത്. അതും കൂടാതെ ഈ പരിശുദ്ധാത്മാവ് നമ്മളോട് എപ്പോഴും പറയും, നിങ്ങൾ അനാഥരല്ല, ദൈവത്തിന്റെ മക്കളാണ്. ആത്മാവുദാനും ആത്മാവോട് സത്യം പറയുന്നു, നാം ദൈവമക്കളാണെന്ന്. നമുക്ക് ഉറപ്പുണ്ടോ? നമുക്ക് ഏത് വിധത്തിലാണ് കർത്താവുമായിട്ടുള്ള ബന്ധം? നമുക്ക് ഭയങ്കര വാചകമൊക്കെ അടിക്കും. പക്ഷേ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, ഞാൻ കർത്താവിന്റെ മകനാണ്. കർത്താവിന്റെ മകനാണെങ്കിൽ എന്താ? അവകാശിയാണ്. ആരോടൊപ്പം? ക്രിസ്തുവിനോടൊപ്പം കൂട്ടവകാശി. അങ്ങനെയാണ് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ആരാണെന്ന് മനസ്സിലാക്കാത്തത്, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിൽ നാം മക്കളാണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ആ ഫെലോഷിപ്പ് ഇല്ലാത്തത് കൊണ്ടാണ്. എങ്ങനെയുള്ള ഫെലോഷിപ്പ്? സ്വാതന്ത്ര്യമായ ഫെലോഷിപ്പ്. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തുണ്ട്? പിതാവിന്റെ സന്നിധാനത്തിൽ ഏത് സമയത്തും കൃപാസനത്തോളം കടന്നിയല്ല, ഭയപ്പെടാൻ ആത്മാവിനെ അല്ല. പൗലോസ് തിമോഥെയോസിനോട് പറയാ, നിന്നിൽ വസിച്ചിരിക്കുന്ന ആത്മാവ് ഭയത്തിന്റെ ആത്മാവല്ല, പിന്നെയോ സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവാണ്. അപ്പോൾ നീ ആരാണെന്ന് മനസ്സിലാക്കും. സുബോധം നിനക്ക് നീ ദൈവ പൈതലാണെന്ന് മനസ്സിലാക്കും. സ്നേഹം നിന്നെ പിതാവിന്റെ അടുക്കലേക്ക് എത്തിക്കും. ഭയം നിന്നെ പിതാവിൽ നിന്ന് അകറ്റും. പിതാവിന്റെ സന്നിധാനത്തിൽ അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കടന്നു ചെല്ലുവാൻ
നമ്മെ പ്രാപ്തരാക്കുന്നത് ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ഫെലോഷിപ്പാണ്. പരിശുദ്ധാത്മാവിനെ അറിയുന്നത് കൊണ്ടാണ്. അങ്ങനെയുള്ള ആത്മാവ് നമ്മൾക്ക് എന്തോ തരും? കോൺഫിഡൻസ് നൽകും, പ്രതീക്ഷ നൽകും, പ്രത്യാശ നൽകും. ഈ ആത്മാവിനാലാണ് എല്ലാവരും പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിച്ചിരിക്കുന്നു എന്നൊരു വാക്യമുണ്ട്. ആ വാക്യം നമുക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള വാക്യമാണ്. അത് പ്രസംഗിക്കാൻ ആ വാക്യം ഞാൻ വായിക്കാം. 1 കൊരിന്ത്യർ 12-13 വാക്യത്തിൽ യഹൂദന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറെ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനവും ചെയ്തിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? കൊരിന്ത്യരോട് അപ്പോസ്തലനായ പൗലോസ് പറയാ, അവിടെ യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനില്ലാതെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമായി നമ്മെ തീർത്തത് ആ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്താലാണെന്ന്. അപ്പോൾ സകല ദൈവജനങ്ങളെയും ഒന്നാക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? ഒന്നാണെന്നുള്ള ചിന്താഗതി. ഞാനും നീയും ഒരൊറ്റ അപ്പന്റെ മക്കളാണെന്നുള്ള ചിന്താഗതി ഈ പരിശുദ്ധാത്മ സ്നാനത്താൽ ഉണ്ടാകണമത്രേ, ഉണ്ടായിരിക്കണം. അതിനൊരു മാറ്റവുമില്ല. നമ്മളാണെങ്കിൽ എന്തോ ചെയ്യും? പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചെന്നും പറഞ്ഞ് അവനെ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കാതിരിക്കാൻ നോക്കും, അല്ലേ? അതിന് നമ്മൾ ഉപദേശം ഉണ്ടാക്കും. അയ്യോ, നമ്മളാണ് അതിവിശുദ്ധ കൂട്ടരെ, വിശുദ്ധ കൂട്ടരെ, പിന്നെ പുറന്തള്ളപ്പെട്ടവരുടെ കൂട്ടത്തിൽ രക്ഷപ്പെട്ടാൽ കുറെ പേര്. അങ്ങനെയൊന്നുമില്ല. എല്ലാവരും യേശു ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അംശി, മണവാട്ടി. അല്ലാതെ ഒരു ദാസിയും അവിടില്ല, ഒരു ദാസനും അവിടില്ല. എല്ലാവരും ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ. എല്ലാവരും കർത്താവിൽ കൂടെ അവന്റെ മക്കൾ. ഇവിടെ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് എതിർക്കാം. 1 കൊരിന്ത്യർ 12-13 വാക്യം ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനവും ചെയ്തിരിക്കുന്നു. ശരീരം ഒരു അവയവമല്ല, പലതത്രേ. ഞാൻ കൈയല്ലാത്തത് കൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്നും കാൽ പറയുന്നു എങ്കിൽ അതിനാൽ ശരീരത്തിലുള്ളതല്ല എന്ന് വരികയില്ല. താഴോട്ട് നിങ്ങൾ വായിച്ചു നോക്കിക്കോ. കണ്ണായാലും മൂക്കായാലും ചെവിയായാലും ശരീരത്തിന്റെ ഭാഗമാണ്. അതാണ് വേദപുസ്തകത്തിലെ തത്വം. അത് ആർക്കേ മനസ്സിലാകുകയുള്ളൂ? ഒരേ ആത്മാവിൽ സ്നാനം കഴിച്ചവർക്ക്. എന്താണ് ഇന്ന് നടക്കുന്നത്? ക്രിസ്ത്യ സഭയിൽ അന്യോന്യം വിഘടിപ്പിക്കുന്നത് പിശാചിന്റെ പണിയാണ്. യേശു പറഞ്ഞു, ഒരു വീട് തന്നിൽ ഛിദ്രിച്ചാൽ നിലനിൽക്കയില്ല, അത് തകർന്നു പോകും. അതാണ് ആത്മീയം പറഞ്ഞ് നാം ഓരോരുത്തരും ചെയ്യുന്നത്. പക്ഷെ പൗലോസ് പറയുന്നത് ആത്മസ്നാനം എന്തിനാണ് നമ്മളെ സഹായിക്കുന്ന? ഒരു കാര്യം നമ്മെ സഹായിക്കുന്നത് നാം എല്ലാവരും ഒരു ശരീരത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കാൻ. നമ്മിൽ വസിക്കുന്ന ആത്മാവ് എന്റെ സഹോദരനുമായിട്ടുള്ള ഫെലോഷിപ്പ്, ദൈവാത്മാവുമായിട്ട് എനിക്ക് ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ, യോഹന്നാൻ പറയുന്നു, ദൈവവുമായി ഫെലോഷിപ്പ് ഉണ്ടെങ്കിൽ സഹോദരനുമായും ഫെലോഷിപ്പ് വേണം. ദൈവത്തെ അംഗീകരിക്കുന്നവൻ, സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. അതങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്. നമ്മൾ വേദപുസ്തകത്തിന് വ്യത്യസ്തമായി നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ പിശാചി സന്തോഷിക്കുന്നു. യേശു പറയുന്നു, ഞാൻ എന്റെ സഭയെ പണിയും, അതിനെ പിശാച് ജയിക്കയില്ല. പാതാള ഗോപുരങ്ങൾ ഒരിക്കലും ജയിക്കയില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് പണിയുന്ന സഭ ഇതാണ് സഭ. ദൈവം തന്റെ ആത്മാവിനാൽ നിറയ്ക്കുന്നവർ എല്ലാവരും ഒരു ശരീരമാണ്. പക്ഷേ ഓരോരുത്തരും അവനവന്റെ അളവ് പങ്കിട്ടതുപോലെ ആത്മാവ് കൊടുക്കുന്നു. ഈ ആത്മാവ്, സമയം കുറഞ്ഞതുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ, ഈ ആത്മാവ് നമ്മൾക്ക് കൃപകൾ നൽകുന്നു, വരങ്ങൾ നൽകുന്നു. നമ്മുടെ ജോലിയാണ് ഫലം കൊടുക്കേണ്ടത്. ദൈവം നമ്മളെ ആത്മസ്നാനം കഴിപ്പിക്കുന്നു, ആത്മാവിൽ മുദ്രയിടുന്നു, ആത്മാവിൽ അഭിഷേകം ചെയ്യുന്നു, ആത്മാവിൽ നിറയ്ക്കുന്നു. അത് ദൈവത്തിന്റെ ജോലി. നമ്മുടെ ജോലി എന്താണ്? നാം ആത്മഫലം കായ്ക്കണം. ദൈവം നമുക്ക് കൃപയും
വരവും നൽകുന്നത് നാം ക്രിസ്തുവിന്റെ പത്രങ്ങളായി, വെളിച്ചമായി, ഉപ്പായി ലോകത്തിൽ ആയിരിക്കേണ്ടതിനാണ്. ആ ഉപ്പായി, വെളിച്ചമായി, ദൈവമക്കളായി ശോഭിക്കാനാണ് ഫലം കാണിക്കേണ്ടത്. കാരണം യേശു പറഞ്ഞു, മരത്തെ നാം അളക്കുന്നത് ഫലം കൊണ്ടാണ്, തടി കൊണ്ടല്ല, ഇല കൊണ്ടല്ല, ഫലം കൊണ്ടാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് ആത്മസ്നാനം നൽകുന്നു, ദൈവം നമ്മെ മുദ്രയിടുന്നു, ദൈവം നമുക്ക് അഭിഷേകം നൽകുന്നു, ദൈവം നമ്മെ നിറയ്ക്കുന്നു, ദൈവം നമുക്ക് കൃപകൾ തരുന്നു, ദൈവം നമുക്ക് വരങ്ങൾ നൽകുന്നു. അതിന്റെ ഫലം നാം പ്രകടിപ്പിക്കണം. അല്ലേ? എന്താ പ്രകടിപ്പിക്കുന്നത്? നാം മുട്ടയും പാലും ഇറച്ചിയും എല്ലാ വെജിറ്റബിളും കഴിക്കുന്നത് കൊണ്ട് ശരീരം പുഷ്ടിയാകണം. ശരീരം പുഷ്ടിയാകാതെ മെലിഞ്ഞിരുന്നാൽ നാം കഴിക്കുന്നത് എന്തോ കുഴപ്പം നമുക്കുണ്ട്. ദൈവം നമുക്ക് നൽകേണ്ടതെല്ലാം നൽകി ദൈവിക പദ്ധതിയിൽ നമ്മെ ആക്കിയിട്ട് നാം ഫലം കായ്ക്കാതെ വെറുതെ ദൈവം തന്ന വരത്തിൽ പുകഴിക്കൊണ്ടിരുന്നാൽ എന്തോ കുഴപ്പം നമുക്കുണ്ട്. നാം ഫലമുള്ളവരായിരിക്കണം. നീതിയുടെ ഫലം, വെളിച്ചത്തിന്റെ ഫലം, ആത്മാവിന്റെ ഫലം, അങ്ങനെയൊക്കെയാ വേദപുസ്തകം പറഞ്ഞേക്കുന്നത്. നീതിഫലം നിറഞ്ഞവരായി, വെളിച്ചത്തിന്റെ ഫലം നിറഞ്ഞവരായി, ആത്മഫലം നിറഞ്ഞവരായി നാം ദൈവത്തിന് പുകഴ്ചയായിരിക്കണം, ദൈവത്തിന് മഹത്വമായിരിക്കണം. അതാണ് ആത്മാവിനെ തന്ന ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ആത്മാവ് എന്തോ ചെയ്യും? ഈ ദൈവാത്മാവിനെ ദൈവം നമുക്ക് തന്നത് ഇവിടം കൊണ്ട് തീർക്കാനല്ല. ആത്മാവ് എന്തോ ചെയ്യും? അവിടെ പറഞ്ഞിരിക്കുന്ന റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം. 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ കൃത്യമായി പറയാണ്, ഈ ദൈവാത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ, ആ ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മധ്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. ഇവിടെ നമുക്ക് ആത്മീയമായി മരിക്കപ്പെട്ട നമ്മുടെ ശരീരത്തിന് പരിശുദ്ധാത്മാവ് ജീവൻ നൽകുന്നത് പോലെ ഈ ജഡത്തിന്റെ അല്ലെങ്കിൽ ശരീരത്തിന്റെ മരണം സംഭവിച്ച നമ്മളെ ഉയർപ്പിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ പങ്കുണ്ട്. രണ്ട് കാര്യം. നാം ആ പാപത്തിലും അകൃത്യത്തിലും മരിച്ചപ്പോൾ നമ്മെ ആത്മാവിൽ ഉയർപ്പിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ആത്മാവ് നമ്മൾ കടന്നു വന്ന ആത്മാവിന്റെ പ്രവൃത്തി പൂർണ്ണമാകുന്നത് നമ്മുടെ മർത്യ ശരീരങ്ങളെയും ഉയർപ്പിക്കുമ്പോഴാണ്. ആ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്? ഉയർപ്പ് ഒരു വലിയ പ്രതീക്ഷയാണ്. കാരണം എന്താ? നാം ഭയപ്പെടേണ്ടതിനെ ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, ദൈവത്തിന്റെ മക്കളെന്നുള്ള അവകാശമുള്ളത് കൊണ്ട് നാം നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു, നാം ദൈവമക്കളാണ്. നാം കർത്താവുമായി ഫെലോഷിപ്പ് കഴിച്ച് പരിശുദ്ധാത്മാവിനെ അറിഞ്ഞ് പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് പല വരവും കൃപയും ഉള്ളത് കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്, ധൈര്യമുണ്ട്. കർത്താവിനെ ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മെ ഉയർപ്പിക്കും. അവിടെ കൊണ്ട് ഞാൻ തീരുകയില്ല. വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു, ആത്മാവിനെ അനുസരിക്കുന്നവൻ ജഡത്തിന്റെ ഇഷ്ടം ചെയ്യാറില്ല. എന്നിട്ട് ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്താം. എന്താണെന്നറിയാമോ? തീത്തോസിന്റെ 3-ാം അധ്യായം അതിന്റെ 6-7 വാക്യം വളരെ ശക്തമായ ഒരു വാക്യമാണ്. എല്ലാവരും ബൈബിൾ ഉള്ളവരെ എടുത്തു നോക്കുക, അല്ലെങ്കിൽ പിന്നാലെ ചെന്ന് വായിച്ചു നോക്കുക. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് 6-7 വാക്യം, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടു. കൃപയാലാണ് നീതീകരിക്കപ്പെട്ടത്. പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീർന്നു. ജനന സ്നാനം കൊണ്ട് നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മളുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട് തന്നെ ഈ വചനം വിശ്വാസയോഗ്യമാണ്. അപ്പോൾ ദൈവാത്മാവിലാണ് നമുക്ക് നവീകരണം ഉണ്ടാകേണ്ടത്, നമ്മുടെ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാകേണ്ടത്, നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടേണ്ടത്, നമ്മുടെ ജീവിതം വ്യതിയാനം വരേണ്ടത്. നവീകരണം പരിശുദ്ധാത്മാവിലാണ്, അല്ലാതെ നമ്മുടെ സ്വന്തം പ്രവൃത്തി, നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടല്ല.
പരിശുദ്ധാത്മാവിനെ കീഴടങ്ങിയിരിക്കുന്നവൻ, അതിൽ ആത്മാവിൽ നടക്കുന്നവൻ എന്തോ ചെയ്യും? അവന്റെ ജീവിതത്തെ നവീകരിക്കും. പരിശുദ്ധാത്മ നവീകരണം പ്രാപിക്കും. ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതില്ലാതെ വേറെ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു വിശേഷവും ദൈവം നമുക്ക് നൽകിയില്ല. പിന്നെയോ നമുക്ക് വെറുതെ പുകഴാം എന്നല്ലാതെ വേറെ ഒരു കാര്യവുമില്ല. ഞാനൊരു വാക്കുകൾ ചുരുക്കട്ടെ. പരിശുദ്ധാത്മ നിയന്ത്രിത ക്രിസ്ത്യ ജീവിതം ഇങ്ങനെ ആയിരിക്കുമെന്നാണ് എന്റെ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ദൈവമായ കർത്താവ് നമ്മളെ പരിശോധിക്കാൻ ഈ 2025 അവസാന ദിവസത്തിൽ ആത്മാവിനെ ദൈവം എനിക്ക് തന്നിട്ട്, ആത്മാ നിയന്ത്രിത ജീവിതമാണോ, ആത്മാവിനെ അനുസരിച്ചാണോ ഞാൻ ജീവിക്കുന്നത്, ആത്മാവിന്റെ കൃപകളും വരങ്ങളും ദൈവം എനിക്ക് തന്നിട്ട്, ആത്മാവിൽ ഞാൻ ദൈവ പൈതലാണെന്നുള്ള ബോധ്യമുണ്ടായിട്ട്, ആത്മാവ് എന്നെ ഇന്നുവരെയും ശക്തീകരിച്ച് നടത്തിയിട്ട് ആത്മാവിന്റെ ഫലം എന്നിൽ തിളങ്ങുന്നില്ലെങ്കിൽ കർത്താവ് എന്നെ നോക്കി പറയും, 3 വർഷം ഞാൻ ഇവന്റെ അടുക്കൽ വന്നു, ഒന്നും കാണുന്നില്ല, ഒരു ചാൻസ് കൂടെ തന്നെന്നിരിക്കും. വളവും തരും, വെള്ളവും തരും, വെട്ടാതെ നമ്മെ സൂക്ഷിക്കും. പക്ഷെ അവന്റെ പ്രതീക്ഷ ഫലം കായ്ക്കുകയാണ്. അത് കാട്ടുമുന്തിരിങ്ങ അല്ല കായ്ക്കേണ്ടത്. ഫലം കായ്ക്കണം, ആ ഫലം നിലനിൽക്കണം. അങ്ങനെ ദൈവത്തിന്റെ നാമം മഹത്വീകരിക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ ഓമനപുത്രനും ഞങ്ങളുടെ കർത്താവും ഈ ലോകത്തിൽ ആത്മാവിന്റെ ഫലത്തിൽ ജനിച്ചുവെങ്കിലും ആത്മനിയന്ത്രിത ജീവിതം ചെയ്യുവാൻ ആത്മാവിനെ ശരണമാക്കിയതുപോലെ, അപ്പോസ്തലന്മാരെ പുതിയ നിയമം ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ കർത്താവേ, ഞങ്ങൾക്കും നീ ആത്മാവിനെ നൽകിയെന്നതുകൊണ്ട് ആത്മാവിന്റെ വരങ്ങളും കൃപകളും ഉണ്ടെന്ന് ഞെളിയുന്നവരായിട്ടല്ല, ആത്മാവിന്റെ ഫലമുള്ളവരായി ആത്മീയരെ പോലെ സകലത്തെയും വിവേചിച്ച്, ആരാലും വിവേചിക്കാതെ തന്നെത്താൻ വിശുദ്ധീകരിച്ച് ഒരു മാനപാത്രങ്ങളായി ദൈവത്താൽ ഉപയോഗിക്കുവാൻ ഞങ്ങളെ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളുടെ കുറവുകൾ ക്ഷമിക്കണമേ. ഈ 2025 ഞങ്ങളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ 26 ഞങ്ങൾക്ക് തരുന്നുവെങ്കിൽ ആത്മനിയന്ത്രിത ജീവിതം ചെയ്യുവാൻ, ക്രിസ്തുവിനെ കർത്താവെ കേന്ദ്രമാക്കുവാൻ, ദൈവവചനം ഞങ്ങളുടെ അടിസ്ഥാനമാക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. കഴിഞ്ഞ ആഴ്ചകളിൽ അതൊക്കെയാണല്ലോ ഞങ്ങൾ പഠിച്ചത്. ഇന്ന് ആത്മനിയന്ത്രിത ജീവിതം ഞങ്ങൾക്കുണ്ടാകുവാൻ കർത്താവെ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ വെട്ടിക്കളയാതെ ഞങ്ങൾക്ക് ധാരാളം വെള്ളവും വളവും അന്ന് നീ കൊടുത്ത ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ വീണ്ടും ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ കേട്ട നിന്റെ മക്കളെയൊക്കെയും സഹായിച്ചാലും, ധാരാളം കൃപ കൊടുത്താലും, അവരുടെ ശരീരത്തിന്റെ ആവശ്യങ്ങൾ, മനസ്സിന്റെ ആവശ്യങ്ങൾ, ഭൗതികമായ ആവശ്യങ്ങൾ എന്തു തന്നെയായാലും നീ മഹാസമ്പന്നനാണല്ലോ, കരുണയുള്ളവനാണല്ലോ, വിശ്വസ്തനാണല്ലോ, മാറാത്തവനാണല്ലോ. ഞങ്ങൾ അവിശ്വസ്തരായി പാർത്തിട്ടും വിശ്വസ്തനായി പാർത്ത് നിന്റെ സ്വഭാവം ധരിക്കാൻ കഴിയാതെ ഞങ്ങളെ ഇന്നുവരെയും നീ നടത്തിയല്ലോ. അതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിച്ചാലും, ഞങ്ങളോട് കരുണ തോന്നിയാലും, ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചാലും, അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾ ഞങ്ങൾക്ക് തന്നാലും, തിരുനാമത്തെ മഹത്വീകരിച്ചാലും യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകെ. പ്രൈസ് ദി ലോർഡ്.